ഒരു ക്ഷണത്തിന് 13 ലക്ഷം രൂപ. ഇത്രയും ചെലവേറിയ ഒരു ക്ഷണം ഇത് ചരിത്രമാണ്. അപ്പൊ ഈ ഒരു സംഗതി ചെയ്ത ആൾക്ക് അവാർഡ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഈ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്നൊരു വാർത്തയാണ്. മെസ്സിയെ ക്ഷണിക്കാൻ എന്ന പേരിൽ കായിക മന്ത്രിയുടെ സ്പെയിൻ യാത്ര സർക്കാരിന് ചെലവായത് 13 ലക്ഷം രൂപ. 13 ലക്ഷം രൂപ നഷ്ടമെന്ന് പറയാം. കാരണം ഇപ്പോൾ നമ്മൾ കുറച്ച് 2 ദിവസം മുമ്പ് ഞാൻ ചെയ്ത റീൽ കാണാം, മെസ്സി ഇനി വരില്ല എന്നാണ് പറയുന്നത്. ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ വരില്ല. അടുത്ത വർഷം നവംബറിൽ വല്ലതും നോക്കാന്നാണ് പറഞ്ഞത്. പക്ഷേ സർക്കാരും റിപ്പോർട്ട് ചാനലും പറയുന്നത് ഇപ്പോൾ വരുന്നേ വന്നാൽ മതി, അടുത്ത വർഷം വരണ്ടാന്ന്. അതിനർത്ഥം വരില്ല എന്ന് ഉറപ്പായി. അപ്പൊ ഈ 13 ലക്ഷം രൂപ നഷ്ടമാണ്. അല്ലെങ്കിൽ തന്നെ ആലോചിക്കുക, മെസ്സി കാണാൻ എന്തിനാണ് സ്പെയിനിലേക്ക് പോകുന്നത്? മുമ്പായിരുന്നെങ്കിൽ ബാഴ്സലോണയിലായിരുന്നെങ്കിൽ പറയാമായിരുന്നു സ്പെയിനിലായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോൾ മെസ്സി ഇന്റർ മിയാമിയിലാണ് കളിക്കുന്നത്. ഇന്റർ മിയാമി ഒരു അമേരിക്കയിലാണ് ആ ക്ലബ്ബ്, അമേരിക്കയിലാണ് കളികളെല്ലാം നടക്കുന്നതും. അതുപോലെ എന്നാൽ അർജന്റീന ക്യാമ്പിലാണെങ്കിൽ അർജന്റീനയിലാണ് പോണത്. എന്തിനാണ് ലയണൽ മെസ്സിയെ കാണുവാൻ സ്പെയിനിലേക്ക് പോയതെന്ന് എനിക്കറിയില്ല. ലയണൽ മെസ്സി ഇപ്പോ സ്പെയിനിലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്പെയിനിൽ പോയി പുട്ടടിക്കണമെങ്കിൽ അത് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് പോകേണ്ടതല്ലേ, അതല്ലാതെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് മെസ്സിയെ കാണാനാണ്, റൊണാൾഡോയെ കാണാനാണ്, അവരെ ക്ഷണിക്കാനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പുട്ടടിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. ഇതറിഞ്ഞപ്പോൾ തന്നെ വിവരമുള്ളവർ പറഞ്ഞു ഇവിടുത്തെ സ്റ്റേഡിയങ്ങളുടെയും മറ്റും നിലവാരം കൂട്ടാനുള്ള കാര്യമാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഇവിടെ ലയണൽ മെസ്സിയെ കൊണ്ടുവരേണ്ട ഒരാവശ്യവുമില്ല. അത് മെസ്സിയോടുള്ള വെറുപ്പും കൊണ്ടൊന്നും ആയിരുന്നില്ല. ഇത് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ക്ഷണത്തിന് തന്നെ 13 ലക്ഷം രൂപ ഇങ്ങനെ വെറുതെ ചെലവാക്കിയപ്പോൾ നമുക്കറിയാം ആ ഒരു 200 കോടി എന്നൊക്കെയാണ് പറയുന്നത് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ അതിൽ പലതും മുക്കി പുട്ടടിക്കാൻ, നമ്മുടെ നികുതി പണം മുക്കി പുട്ടടിക്കാനുള്ള കാര്യമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആദ്യം തന്നെ പലരും പറഞ്ഞത് ഞങ്ങൾക്ക് മെസ്സിയെ കാണണ്ടായെന്ന്.